സ്ത്രീകൾ വീടിന് പുറത്തു പോയി ജോലി ചെയ്യുന്നു. ആഗ്രഹമില്ലായിരുന്നല്ല കേട്ടാ. ആ ഹരിതകർമ്മസേനയിലെ മുഴുവൻ സ്ത്രീകളല്ലേ. ഒരു അവസരം ഉണ്ടെങ്കിൽ പോകാൻ തയ്യാറാണ്. ഒരു പിന്തുണയും വേണം. അത് മോശം ജോലിയാണ് എന്നൊക്കെയുള്ള ചിന്തയുണ്ടല്ലോ. അമ്മ നമ്മുടെ നാട്ടിൽ എത്രയോ സംരംഭങ്ങൾ അവിടെയൊന്നും ജോലിക്ക് ആളെ കിട്ടാത്ത പ്രശ്നം. അതുകൊണ്ടല്ലേ 40 ലക്ഷം പേര് പുറത്തുനിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നത്. നമ്മൾ ഒന്ന് പറയുന്ന സംരംഭങ്ങളോട് എന്തിനാ പുറത്തുനിന്നൊക്കെ എടുക്കണേ? നാട്ടിലുള്ള സ്ത്രീകൾ നിങ്ങൾ കൊടുക്കും ജോലി. അപ്പൊ ജോലി ഒഴിവുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് താല്പര്യം ആർക്കെങ്കിലും ഉണ്ടോ? ആവശ്യമാണ്. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂർ ഇതുപോലെ ജനപ്രതിയോഗം കഴിഞ്ഞപ്പോ അങ്ങനെ നിൽക്കുമ്പോ സ്ത്രീ ഒരു കുട്ടിയെ തോളത്തിട്ട് 4-5 വയസ്സായിട്ടുണ്ട്. പകത്തിനോട് ചോദിക്കേ, നിങ്ങളുടെ ഈ പ്രസ്ഥാനം വഴി എനിക്ക് ഹരിതകർമ്മസേന ജോലി മേടിച്ചു തരും. അപ്പൊ ഞാൻ പറഞ്ഞു, അത് പറ്റൂലല്ലോ, അത് പഞ്ചായത്ത് ചെയ്യുന്നല്ലേ. അട്ടെ നിങ്ങൾ എന്തിനാ പഠിച്ചേ? നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് സാക്ഷിയുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിലെ വർഗീസ് കണ്ടംകുളത്തി അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം കേട്ടിരിക്കുക. അവർ പറയുന്നത് MSc ബയോടെക്നോളജി, അതിൽ മുന്തിയ നോട്ടായി ഇൻഫോർമാറ്റിക്സ്. ആ സ്ത്രീയെ ഹരിതകർമ്മസേന മേടിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഇതിനെന്തിനാ പോണേ? മണ്ണുത്തിയിലല്ലേ, എന്തോ ഒരു നേഴ്സറീസ് ഉണ്ട്, അവിടെ ഒരു ചെന്ന് നോക്കായിരുന്നില്ല. അത് സാറത് ഈ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ചെന്നാൽ അവർ എടുക്കുവോ? MScക്കാരിയാണെന്ന് പറഞ്ഞു പറയില്ലേ? ഇതാണ് ശങ്ക. നോക്കിക്കേ, അവർക്ക് ജോലിക്ക് തയ്യാറാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, വീടിനടുത്ത് വരും. ദൂരെന്നും പോകണം. പുരുഷന്മാർക്ക് വല്ല ആ ജോലി കൊടുത്താലോ ഉറപ്പാണ് 1-ാം മാസം തന്നെ അവിടെ പോയിക്കളെ. കാരണം ഇത് തൃപ്തിയില്ല ഈ ജോലിയോട്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഈ കക്ഷി പോവും. അതുകൊണ്ട് അതിഥി തൊഴിലാളി എടുക്കണേ. 1, വീടിനടുത്തായിരിക്കണം. 2, അറിഞ്ഞൂടാ. 15 ദിവസം മതി. ഇത് 2 പഠിക്കുക. സ്കില്ല് വേണം. 3, അവർക്ക് പേടിയാണ്. ആത്മവിശ്വാസം കൊടുക്കുക. ആ തൊഴിലിന് മാന്യത തോന്നണം. കടയിൽ നിന്നാലും എന്താ കുഴപ്പം? അതാണ് ഞാൻ ഹരിതകർമ്മസേനയുടെ പറഞ്ഞത്. കേരളത്തിൽ നടന്ന മഹാത്ഭുതങ്ങളിലൊന്നാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ജാതിയില് ഏറ്റവും താഴത്ത് നിൽക്കുന്ന പണിയാണ് സാനിറ്റേഷൻ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തകഴിയുടെ തോക്കിയുടെ മുമ്പായിട്ട് അത് മാന്യമായ തൊഴിലായി മാറിയില്ലേ? അതില് എല്ലാ സമുദായക്കാരും ഇല്ലേ? അതില് വിദ്യാഭ്യാസത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് വരെ ഉണ്ടല്ലോ. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള സാധാരണ തൊഴിലുകള് തൻ്റെ അടുത്തോട് സ്ത്രീകൾ ജോലി ചെയ്തിട്ട് വീട്ടമ്മമാരായിട്ടിരിക്കേണ്ട കാര്യം എന്താ? കുട്ടിക്ക് 5 വയസ്സ് സ്കൂളിൽ പോണവരെയും ഒക്കെ ആവാം. അത് കഴിഞ്ഞ് വീടിനടുത്തുള്ള ജോലിയാണെങ്കിൽ പോയിക്കൂടെ? ഇതാണ് ക്യാമ്പയിന്. ഞാൻ മറ്റൊന്നും പറയുന്നു. ബാക്കിയുള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യമൊന്നും ജോലി കൊടുക്കും, തൊഴിൽ വേണമെന്നും പറയുന്നു. ഇത് ചെയ്യാം. നമ്മളൊന്ന് മുൻകൈ എടുത്താണ്